ഇതാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്തുള്ള നെടുങ്കയത്തെ ഡോസൻ സ്മാരകം അഥവാ ഡോസൻ സാഹിബിന്റെ സ്മാരകം. ഇംഗ്ലണ്ടിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ സേവിക്കാൻ മലബാറിലെത്തിയ ഡോസൻ 15 വർഷത്തോളം ഇവിടെ ഫോറസ്റ്റ് എഞ്ചിനീയറായി പ്രവർത്തിച്ചു. 1931 ചെറുപുഴയിലെയും 1933 നെടുങ്കയത്തെയും പാലങ്ങൾ നിർമ്മിക്കുന്നതിന്റെ പിന്നിലെ പ്രധാന പ്രേരക ശക്തി ഡോസനായിരുന്നു. കാട്ടിലെ മരം നാട്ടിലെത്തിക്കാൻ ബ്രിട്ടീഷുകാരെ ഈ പാലങ്ങൾ ഏറെ സഹായിച്ചു. 1938 ഒക്ടോബർ 10 നെടുങ്കയം പുഴയിൽ കുളിക്കുമ്പോൾ ഒരു അപകടത്തിൽപ്പെട്ട് ഡോസൻ സാഹിബ് മരിച്ചു. ഭൗതിക ശരീരം അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട നെടുങ്കയത്ത് സംസ്കരിക്കുകയും ചെയ്തു. 1.5 നൂറ്റാണ്ടോളം ഇംഗ്ലീഷുകാർ ഇന്ത്യ ഭരിച്ചു. ഈ കാലത്തിനിടയിൽ നിരവധി ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ മരണമടഞ്ഞിരുന്നു. അതിൽ ഒരാളായിരുന്നു ഡോസൻ സാഹിബ്. ഇന്ത്യയിൽ മരണമടഞ്ഞ ഇംഗ്ലീഷുകാരെക്കുറിച്ച് ലാപ്പിയറും കോളിൻസും ചേർന്ന് എഴുതിയ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന കൃതിയിൽ ഇപ്രകാരം പറയുന്നു: ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കളിച്ചു, അതേപോലെ തന്നെ ഇവിടെ മരിക്കുകയും ചെയ്തു. പലരും വളരെ ചെറുപ്പത്തിൽ. ഓരോ കണ്ടോൺമെന്റ് പള്ളിയോടനുബന്ധിച്ച് അതിന്റെ സെമിത്തേരിയും ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ക്രൂരമായ കാലാവസ്ഥയിൽ മലമ്പനി, കോളറ, കോട്ടജ്വരം തുടങ്ങിയ രോഗങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ആ കൊച്ചു സമൂഹത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ക്രമമായി അവിടെ എത്തിക്കൊണ്ടിരുന്നു. ആ സെമിത്തേരിയിലെ ശവക്കല്ലറകളിൽ ആലേഖനം ചെയ്ത തീക്ഷ്ണമായ വാക്കുകളേക്കാൾ ശക്തമായ ചരിത്രരേഖകൾ ബ്രിട്ടീഷ് ഇന്ത്യയെപ്പറ്റി ഇല്ലെന്ന് തന്നെ പറയാം.